ഹായ് വെൽക്കം ടു സ്റ്റഡി വിത്ത് സ്മൈൽ PSC. തമ്പനയിൽ കാണുന്നതൊക്കെ തന്നെയാണ് നമ്മളുടെ പ്രശ്നങ്ങൾ അല്ലേ. കട്ട് ഓഫ്, റിവേഴ്സ്ഡ് ആൻസർ കീ, ഷോർട്ട് ലിസ്റ്റ്, അതുപോലെ തന്നെ വേക്കൻസി. യെസ്, നമ്മൾ അതിലേക്ക് തന്നെയാണ് പോകുന്നത്. അതിനു മുമ്പ് PSC പരീക്ഷ എഴുതിയ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റി LGS ഈ ഒരു എക്സാം എഴുതിയ ആരും മറക്കാത്ത ഒരു ഡേറ്റാണ് ഫെബ്രുവരി 7 എന്നുള്ളത്. പഠിച്ച് വളരെ കൃത്യമായി പരീക്ഷാ ഹാളിലെത്തിയ ഒരു വിദ്യാർത്ഥിക്ക് ആദ്യ പണി PSC തന്നത് വളരെ സിമ്പിളായ ക്വസ്റ്റ്യനും അതുപോലെ തന്നെ നെഗറ്റീവ് പഠിപ്പിക്കാൻ സാധ്യത ഏറെയുള്ളൊരു ക്വസ്റ്റ്യൻ തന്ന് ആദ്യമായി ഒരു പണി തന്നത് ഫെബ്രുവരി 7 അങ്ങനെ വീട്ടിലേക്കുള്ള യാത്രയിൽ 90+ വാങ്ങിയ ഒരു വിദ്യാർത്ഥി വീട്ടിലേക്കുള്ള യാത്രയിൽ അയ്യോ 1-2 നെഗറ്റീവ് അടിച്ചു പോയി എന്ന് പറഞ്ഞിട്ട് 88 എത്തുകയും യൂട്യൂബിൽ വന്ന് അല്ലെങ്കിൽ യൂട്യൂബിലെ ക്വസ്റ്റ്യൻ അനലൈസിസ് കാണുമ്പോൾ അത് 85 ആകുകയും, കാരണം ക്വസ്റ്റ്യനൊക്കെ ക്യാൻസലൈസേഷനും അതുപോലെ തന്നെ കുറച്ച് തെറ്റിപ്പോയി എന്ന് വിചാരിച്ചിരിക്കുകയും പ്രൊഫഷണൽ ആൻസർ കീ അപ്പോൾ തന്നെ അല്ലേ അന്ന് തന്നെ പ്രൊഫഷണൽ ആൻസർ കീ വരികയും പ്രൊഫഷണൽ ആൻസർ കീയിൽ ക്വസ്റ്റ്യൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറ്റി കൊടുത്ത് ഈ 85 എന്നുള്ളത് വീണ്ടും 90ലേക്ക്. ഞാനൊരു ഉദാഹരണമാണ് പറയുന്നത് കേട്ടോ. എല്ലാവരും 85 90 വാങ്ങിയവർ മാത്രമാണ് എന്നുള്ളതല്ല. നമുക്ക് മാർക്ക് കുറഞ്ഞത് ഒരു 90 വാങ്ങിയവർ 88ലേക്കും 85ലേക്കും വീണ്ടും പ്രൊഫഷണൽ ആൻസർ കീ പ്രകാരം 90ലേക്കും എത്തുകയും അങ്ങനെ ഒരു 90 മാർക്കൊക്കെ വാങ്ങിയിരിക്കുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു 85 മാർക്കൊക്കെ വാങ്ങിയിരിക്കുന്ന വിദ്യാർത്ഥിക്ക് ഇടുത്തി പോലെ വീണ്ടും ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്ന ഭൂതത്തെ കൊണ്ടിട്ട് വാങ്ങിയ മാർക്കും അതുപോലെ തന്നെ ഉറപ്പായ മാർക്കും പഠിച്ചെഴുതിയ ആൻസറിൻ്റെ ഉത്തരങ്ങൾ തെറ്റിച്ചുകൊണ്ട്, ഇൻ്റർവ്യൂവിൽ 2 തെറ്റിച്ചുകൊണ്ടും PSC അടുത്ത പണി അല്ലേ, പണികളുടെ ഒരു ഘോഷയാത്ര തന്നെയായിരുന്നു ഈ ഒരു എക്സാമിൽ PSC നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത്. ഇനി അടുത്ത പണി വേക്കൻസി റിപ്പോർട്ട് ചെയ്യാത്തതിലായിരിക്കും. അതുപോലെ തന്നെ ഫൈനൽ ആൻസർ കീ റിവേഴ്സ്ഡ് വരുമോ, അല്ലെങ്കിൽ കേസ്, ചലഞ്ച്, അതൊക്കെ എന്താണ്, അല്ലെങ്കിൽ അതെങ്ങനെ ബാധിക്കും നമ്മളെ, തുടങ്ങിയ ഒട്ടേറെ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാകുന്നത് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വാല്യുബിൾ ആയിട്ടുള്ള കമൻറ്റുകൾ, കാരണം എൻ്റെ അറിവിൻ്റെ പരിമിതിയിലും എനിക്ക് ലഭിച്ച വിവരങ്ങളുമാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. സോ എന്താണ് അറിയാവുന്നവർ നല്ല രീതിയിലൊന്ന് കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. പ്രൊഫഷണൽ ആൻസർ കീക്ക് ചലഞ്ചുകളുടെ ഒരു പ്രവാഹം തന്നെയായിരുന്നു നമ്മൾ കൊടുത്തിരുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ടോപ്പ് പ്രയോറിറ്റിയിൽ ചില ചോദ്യങ്ങൾ നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ചലഞ്ച് ചെയ്യിക്കും. പക്ഷേ അതിൽ നമ്മൾ പ്രതീക്ഷിച്ച ചോദ്യങ്ങൾ എന്ത് ചെയ്തില്ല, അവർ ഡിലീഷൻ ചെയ്യാതെ അങ്ങനെ വലിയ ടോപ്പ് പ്രയോറിറ്റിയിൽ നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാത്ത ചോദ്യങ്ങളാണ് ഇവർ ഡിലീഷനിലേക്ക് കൊണ്ടുപോയത്. അങ്ങനെ ഡിലീഷൻ നോക്കുകയാണെങ്കിൽ 6 ചോദ്യങ്ങളാണ് ഡിലീഷൻ ചെയ്തത്. നമുക്ക് ആദ്യം മാത്സിലേക്ക് പോകാം. മാത്സിൽ 2 ചോദ്യങ്ങളാണ് ഡിലീഷനിലേക്ക് വന്നത്. മക്കളെ, മാത്സിൽ 2 ചോദ്യങ്ങൾ നമ്മൾ എക്സാം കഴിഞ്ഞ് ഞാൻ പറഞ്ഞല്ലോ, എക്സാമിൻ്റെ ഒരു അനലൈസ് നടക്കുന്ന എല്ലാവരും പറഞ്ഞിരുന്നു മാത്സിലെ 2 ചോദ്യങ്ങൾ ഡിലീഷനിലേക്ക് സാധ്യതയുണ്ട്. കാരണം ഒന്നിന് ആൻസർ ഇല്ല എന്നുള്ളതായിരുന്നു അല്ലേ, ഒന്നിന് ആൻസർ ഇല്ല എന്നുള്ളത്. സോ അതാരും കാൽക്കുലേറ്റ് ചെയ്യാൻ സാധ്യതയില്ല. മറ്റൊന്നിന് 2 ആൻസർ ഉണ്ടായിരുന്നു അല്ലേ. അങ്ങനെ ആ 2 ആൻസറിൽ സ്വന്തമായി എഴുതിയ ആൻസർ ശരിയാണ് എന്ന് പറഞ്ഞ് മാർക്ക് കൂട്ടിയവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാം, അവർക്ക് ആ ഒരു മാർക്ക് ഡിലീഷനിലൂടെ നഷ്ടപ്പെട്ടിരിക്കാം എന്നുള്ളതാണ്. മാത്സിൽ ആ ഒരു മാർക്ക് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ എഴുതിയത് ശരിയായിരിക്കാം എന്ന് പ്രതീക്ഷിച്ച് കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ, അല്ലെങ്കിൽ പ്രൊഫഷണൽക്ക് ഈ പ്രകാരം കൂട്ടി വെച്ചിട്ടുണ്ടായിരുന്നുവെങ്കിൽ അത് മാർക്ക് നഷ്ടപ്പെട്ടിരിക്കാം എന്നുള്ളതാണ് മാത്സിനെ സംബന്ധിച്ച്. പിന്നെ മാത്സിൽ വേറൊരു കേസ് ഉണ്ടായിരുന്നു. മൂന്നാമത്തെ ഒരു ചോദ്യം മാത്സിൽ നമ്മൾ 50-50 ചാൻസ് പെർസെൻറ്റേജ് അല്ലേ, 50-50 ചാൻസിൽ നമ്മൾ പറഞ്ഞിരുന്നതാണ് 994 അതുപോലെ തന്നെ 990 എന്ന് പറയുന്ന ആൻസർ വരുന്നത്. കാരണം ഇവിടെ അത് ഒരു ഡിലീഷനിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ ക്യാൻസലൈസേഷൻ ചെയ്യണമെന്ന് തന്നെയായിരുന്നു പലരും ചലഞ്ച് ചെയ്തിരുന്നു. കാരണം ഇവിടെ എക്സ് എന്ന് പറയുന്നത് അല്ലേ, അതിൻ്റെ ക്യൂബിൽ നിന്ന് എക്സ് തന്നെയാണോ അതല്ല എക്സ് സ്ക്വയറിൽ നിന്ന് 6 തന്നെയാണോ എന്നുള്ളതാണ് ഒരു കൺഫ്യൂഷൻ വന്നത്. 6 994 അല്ലെങ്കിൽ അതേ സംഖ്യ തന്നെയാണെങ്കിൽ 990 എത്താം. 2 രീതിയിൽ ചിന്തിക്കാം. PSC ക്വസ്റ്റ്യൻ ഇട്ട ആൾ അതേ രീതിയിൽ നമ്മൾ ചിന്തിക്കണമെന്നായിരുന്നു വാശി പിടിച്ചത്. സോ അങ്ങനെയും മാർക്ക് നഷ്ടപ്പെടുത്തിയിരിക്കാം. അത് പക്ഷേ പ്രൊഫഷണൽ ആൻസർ കീ തെറ്റായിരുന്നു. ഈ ഫൈനൽ ആൻസർ കീ വന്നപ്പോൾ അത് ശരിയായി. അങ്ങനെ ഒരു പക്ഷേ മാർക്ക് നഷ്ടപ്പെട്ടവരുണ്ടായിരിക്കാം. പക്ഷേ ഇത് ഡിലീഷനിലൂടെ നഷ്ടപ്പെട്ടില്ല, ആൻസർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയെടുത്തിട്ടാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. അപ്പം ഇത് നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അവിടെയും പോയി ഒരു മാർക്ക്. സോ 2 മാർക്ക് പ്ലസ് 0.33 ആണ് നമുക്ക് അവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നത്. ഒരു നോർമൽ ഒരു വിദ്യാർത്ഥിക്ക് മാക്സിമം നഷ്ടപ്പെടാൻ സാധ്യതയുള്ള മാർക്കുകളാണ് പറയുന്നത്. 2.33 ആണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. പക്ഷേ ഇത് ഞാനിപ്പോഴും പറയുന്നു, ഒരു 50-50 ചാൻസ് മാത്രമായിരുന്നു ഇതിലുള്ളത്. കാരണം ഇത് 990 തന്നെ ആയിരിക്കാം. കാരണം എക്സ് ക്യൂബ് മൈനസ് എക്സ്. സോ അത് അപ്ലൈ ചെയ്യുമ്പോൾ 990 തന്നെയാണ് അവിടെ വരാൻ സാധ്യതയുള്ളത്. 994 ചിന്തിച്ചെഴുതിയവർക്ക് ഒരു മാർക്ക് പ്ലസ് 0.33 കൂടെ നഷ്ടപ്പെട്ടു. ടോട്ടൽ അങ്ങനെ 2.33 മാർക്കാണ് ഇതുവരെയുള്ള മാത്സിൽ നിന്ന് നഷ്ടപ്പെട്ടിരിക്കാൻ സാധ്യത ഉള്ളത്. ഇനി GK വരികയാണെങ്കിൽ
ജി കെയിൽ നമുക്ക് ടോട്ടൽ 4 ക്വസ്റ്റ്യനാണ് ഡിലീഷനിലേക്ക് പോയത് അല്ലേ. അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ മാത്സിൻ്റെ കേസ് പറഞ്ഞതുപോലെ തന്നെ എക്സാം കഴിഞ്ഞ് ആ അനലൈസിൽ തന്നെ നമ്മൾ പറഞ്ഞു തുടങ്ങിയാണ് ലെസസ് ഫെയർ സിദ്ധാന്തത്തിൻ്റെ അല്ലേ. ലെസസ് ഫെയർ സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് അല്ലെങ്കിൽ അത് ആരുടെയാണ് എന്ന് ചോദിച്ചപ്പോൾ അതിൽ ആഡം സ്മിത്ത് ആണെന്ന് SSC വളരെ ക്ലിയർ ആയിട്ട് കൊടുക്കുകയും എന്നാൽ നമ്മുടെ റോഷൽ ആൻസർ കീ തെറ്റുകയും ആഡം സ്മിത്ത് എന്ന് പറയുന്ന ഒരു ആൻസർ അതിലില്ലാത്തതുകൊണ്ടും ഇത് നമ്മൾ ക്യാൻസലൈസേഷനിലേക്ക് അല്ലെങ്കിൽ ഡിലീഷനിലേക്ക് പ്രതീക്ഷിച്ച ഒരു ചോദ്യം തന്നെ ആയിരുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ പ്രതീക്ഷിച്ച കാര്യങ്ങളൊക്കെ നടന്ന് ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ പറഞ്ഞ ഫൈനൽ ആൻസർ കീ എന്ന് പറയുന്ന വലിയൊരു ഇടുത്തി അല്ലേ ഒരു ഭൂതം നമ്മളെ പിടിക്കുന്നത്. ഇനി അങ്ങോട്ടുള്ള ചോദ്യങ്ങളാണ് നമ്മളുടെ പലരുടെയും മാർക്ക്. കാരണം ഇതുവരെയുള്ളത് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവില്ല എന്നൊരു മട്ടിലാണ് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ഇനി അങ്ങോട്ടുള്ള 3 ചോദ്യങ്ങളുടെ ക്യാൻസലൈസേഷനും അതുപോലെ തന്നെ 2 ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ മാറ്റിക്കൊടുത്തതുമാണ് നമ്മളെ പലരെയും നമ്മുടെ മാർക്കുകൾ അങ്ങ് ടോപ്പിൽ നിന്ന് താഴേക്ക് എത്തിച്ചത്. നോക്കാം നമുക്ക് ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്ന്. അതിൽ ആദ്യത്തെ ചോദ്യം, നമ്മൾ ഫൈനൽ ആൻസർ കീ കണ്ട് എല്ലാവരും ടെൻഷൻ വെച്ചിരിക്കുക. ഞാൻ വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്ത് പറയുന്നതല്ല, കാരണം ഞാൻ ഒരാൾക്ക് മാക്സിമം കാരണം പല കമൻറ്റുകളിലും ഞാൻ കാണുന്നുണ്ട് 10 മാർക്കിന് ഡിഫറൻ്റ് ഒക്കെ പറയുന്നവരെ. സോ ഒരാൾക്ക് മാക്സിമം കുറയാൻ സാധ്യതയുള്ളൊരു മാർക്കാണ് ഞാൻ പറയുന്നത്. അങ്ങനെ ക്യാൻസലൈസേഷനിൽ നോക്കുമ്പോൾ ഫസ്റ്റ് നമുക്ക് ഇടുത്തി പോലെ വീണു കാർബൺ 14. എന്തിന് ക്യാൻസൽ ചെയ്തു എന്ന് നമുക്കിപ്പോഴും അറിയില്ല. SCRT വെച്ച് നോക്കുമ്പോൾ കാർബൺ 14 എന്നുള്ളത് എന്തിന് ക്യാൻസൽ ചെയ്തു എന്നുള്ളത് നമ്മളിപ്പോഴും അറിയുന്നില്ല. സോ അവിടെ നമുക്ക് നഷ്ടപ്പെട്ട് ഒരു മാർക്ക് അല്ലേ. രണ്ടാമത്തത് കലാമണ്ഡലത്തിൻ്റെ ചോദ്യങ്ങൾ, അതും എന്തിന് ക്യാൻസൽ ചെയ്തെന്ന് PSCക്ക് അറിയില്ല. സോ അവിടെയും നമുക്ക് നഷ്ടപ്പെടുത്തി ഒരു മാർക്കാണ്. മൂന്നാമത്തത് നമ്മുടെ ഐക്യരാഷ്ട്രസഭയുടെ രുചിര അല്ലേ, ആ ആൻസർ വരുന്നതാണ്. അവിടെയും നമുക്ക് നഷ്ടപ്പെടുത്തി ഒരു മാർക്ക്. അങ്ങനെ 3 മാർക്ക് ക്യാൻസലൈസേഷൻ അല്ലെങ്കിൽ ഡിലീഷനിലൂടെ നമുക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നു. ഈ കാർബൺ 14 എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്തെന്നോ അല്ലെങ്കിൽ കലാമണ്ഡലം എന്തുകൊണ്ട് ഡിലീറ്റ് ചെയ്യുന്നു അല്ലെങ്കിൽ രുചിര ക്യാമ്പേജ്, ഈ രുചിര ക്യാമ്പിൽ വരുന്നൊരു ഡൗട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആൻസർ ഉണ്ടായതുകൊണ്ട് ഏത് ഉണ്ട്. സോ ഈ രുചിര പഠിച്ചെഴുതിയ അല്ലെങ്കിൽ ഒരു കൺഫ്യൂസുള്ള ഒരാൾ ഒരുപക്ഷെ രുചിരയിലേക്ക് ആൻസറിലേക്ക് എത്തുക അല്ലെങ്കിൽ ആ ഒരു ക്വസ്റ്റ്യൻ അവർ അറ്റൻഡ് ചെയ്യാതെ വിടാൻ സാധ്യതയാണ് ഏറെ ഉണ്ടായിരുന്നത്. ഒരുപക്ഷെ അങ്ങനെ അറ്റൻഡ് ചെയ്തവർക്ക് ഇവിടെ നിന്ന് നഷ്ടപ്പെടുത്തി 3 മാർക്ക്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ മാത്സിലെ ആൻസർ, ഞാൻ എഴുതിയ ആൻസർ ശരിയാണെന്ന് വിചാരിക്കുകയും അതുപോലെ തന്നെ ആ 994 90 എന്ന് പറയുന്ന ആ ഒരു ക്യൂബിൻ്റെ കണക്കിലും ശരിയാവുകയും ചെയ്തിരുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തിരുന്ന വ്യക്തിക്ക് ഈ 3+2 അല്ലേ. സോ 5.33 മാർക്ക് ഇവിടെ തന്നെ അങ്ങ് പോയി കിട്ടി. ഇനി നമുക്ക് കാണേണ്ടത് പഠിച്ചെഴുതിയ ഉത്തരം ശരിയല്ല എന്ന് PSC സമർത്ഥിച്ച 2 ചോദ്യങ്ങളാണ് അല്ലേ. പോകാൻ നമുക്ക് ആ 2 ചോദ്യങ്ങളിലേക്ക് നമുക്കൊന്ന് മാർക്ക് കാൽക്കുലേറ്റ്. അപ്പോൾ പഠിച്ചെഴുതിയ ഉത്തരം ശരിയല്ല എന്ന് പറയുന്ന ഫസ്റ്റ് അല്ലേ കീലസന്ധി എന്ന് പറയുന്ന ആൻസറാണ്. കീലസന്ധി പ്രൊഫഷണൽ ആൻസർക്ക് കീലസന്ധി ആവുകയും ഫൈനൽ ആൻസർക്ക് വന്നപ്പോൾ കീലസന്ധി എടുത്ത് വിജാഗിരി സന്ധിയിലേക്ക് ഇടുകയും ചെയ്തതോടുകൂടി പഠിച്ചെഴുതിയ വിദ്യാർത്ഥിക്ക് അവിടെ നഷ്ടപ്പെട്ടു 1.33 മാർക്ക് അല്ലേ. എന്താണ് PSC ഉദ്ദേശിച്ചതെന്നറിയില്ല. SCRT ആണോ ഇനി പഠിക്കേണ്ടത്? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ PSC നിങ്ങളൊരു ബുക്ക് ഇറക്കും, നമ്മളത് പഠിക്കാം. അത് പഠിച്ചതിന് ശേഷം പരീക്ഷ എഴുതാം. കാരണം നമ്മൾ പഠിക്കുന്ന ബുക്ക് നിങ്ങൾ വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ബുക്കുകളാണ്. സോ ആ ബുക്ക് നോക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾ ഇതെല്ലാം ആൻസർ എന്ന് പറയുമ്പോൾ വളരെയേറെ വിഷമമാണ്. അപ്പം അങ്ങനെ കീലസന്ധി വഴി നമുക്ക് നഷ്ടപ്പെട്ടു 1.33 മാർക്ക്. ഇനി എല്ലാവരും പ്രതീക്ഷിച്ചിരുന്ന ആ ക്യാൻസലൈസേഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു, ആ ഡിലീഷൻ ക്വസ്റ്റ്യൻ ആയിരുന്നു. പക്ഷേ ഡിലീറ്റ് ചെയ്യാതെ ഇന്ത്യക്ക് 9 അയൽ രാജ്യങ്ങൾ ആണ്, അല്ലെങ്കിൽ ഇന്ത്യക്ക് അതിർത്തി രാജ്യങ്ങളുടെ എണ്ണം ചോദിക്കുമ്പോൾ കരയതിർത്തി സമുദ്രാതിർത്തി പറയാതെ ഇന്ത്യക്ക് 7 അതിർത്തി രാജ്യങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെ നമുക്ക് നഷ്ടപ്പെടുത്തിയിരിക്കുന്നത് 1.33. പക്ഷേ ഒരുപക്ഷെ PSC ചിന്തിച്ചത് ആ ഓപ്ഷൻ ബിയും സിയും ബേസ് ചെയ്ത് നോക്കുമ്പോൾ ഓപ്ഷൻ എ ശരിയാണ് എന്നുള്ളത് കൊണ്ടാവാം. സോ എല്ലാം ശരിയാണെന്നുള്ള ആൻസറിലേക്ക് PSC എത്തിയത്. അങ്ങനെ നമുക്ക് ഇവിടെ നഷ്ടപ്പെടുത്തിയിരിക്കുന്നു 2.66. നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ക്യാൻസലേഷൻ ഡിലേഷനും മാക്സിമം ഒരാൾക്ക് എഴുതാൻ പറ്റുന്ന മാർക്ക് എന്ന് നോക്കുമ്പോൾ 8 മാർക്കോളമാണ് നമുക്കവിടെ സാധ്യത ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. 8 മാർക്കാണ് അവിടെ സാധ്യതയായിട്ട് നമുക്ക് കണക്കാക്കാൻ കഴിയുന്നത്. അങ്ങനെ 8 മാർക്ക് എന്ന് പറയുന്നത് ഒരു വലിയ മാർക്ക് തന്നെയാണ്. അതിന് ഞാൻ തർക്കിക്കുന്നില്ല. കാരണം സ്റ്റേറ്റ് വൈഡ് എക്സാം ആയതുകൊണ്ട് ഒരു 0.33 മാർക്ക് എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ മാർക്കാണ് എന്നുള്ളതാണ്. 0.33 മാർക്ക് എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ മാർക്കാണ്. പക്ഷേ ഈ ഒരു 8 മാർക്ക് എന്ന് പറയുന്നതിൽ ഒരു 5 മാർക്ക് അല്ലേ, ഒരു 5.33 മാർക്ക് എന്ന് പറയുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ നഷ്ടപ്പെട്ടതാണ് അല്ലേ. കാരണം നമ്മൾ ഈ പറഞ്ഞ ഈ കീലസന്ധിയും അതിർത്തിയും ഈ രുചിരയുടെ കേസും അല്ലേ, ആ ഒരു ആൻസറൊക്കെ മാറി വരുന്നതും
എല്ലാവർക്കും ഒരുപോലെ നഷ്ടപ്പെടും. കലാമണ്ഡലത്തിൻ്റെ ക്വസ്റ്റ്യൻ ക്യാൻസലേഷൻ, കാർബൺ 14ൻ്റെ ഈ പറയുന്നൊരു 5 മാർക്ക് അല്ലെങ്കിൽ 5.33 മാർക്ക് നമുക്ക് എല്ലാവർക്കും നഷ്ടപ്പെടാൻ സാധ്യത ഉണ്ടായിരുന്ന മാർക്ക് തന്നെയാണ്. അത് എല്ലാവർക്കും നഷ്ടപ്പെട്ടിട്ടുമുണ്ട്. എല്ലാവർക്കും നഷ്ടപ്പെട്ട ഒരു മാർക്കിന് വേണ്ടി നമ്മൾ കേസ് കൊടുക്കണോ അല്ലേ, അത് ചലഞ്ച് ചെയ്യണോ അഥവാ കേസ് മുഖേന കോർട്ടിൽ കംപ്ലയിൻറ്റ് ചെയ്യണോ എന്നുള്ളതാണ് അടുത്ത ഒരു ഡൗട്ട് എല്ലാവർക്കും വരുന്നത്. ചലഞ്ച് ചെയ്യാം നമുക്ക് അല്ലേ, പക്ഷേ ഈ ചലഞ്ച് ചെയ്യുന്നതിനും കംപ്ലയിൻറ്റ് കൊടുക്കുന്നതിന് മുമ്പ് ഞാനിതിനു മുമ്പൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, നമ്മുടെ മൂല്യനിർണ്ണയം ആരംഭിച്ച ഇത് പറഞ്ഞിട്ടല്ലേ. അങ്ങനെ മൂല്യനിർണ്ണയം ആരംഭിച്ചിട്ടുണ്ടോ എന്ന് തൊഴിൽ വാർത്തയിൽ അല്ലെങ്കിൽ തൊഴിൽ വീതിയിൽ കണ്ട വാർത്തയാണ് ഞാൻ നിങ്ങളിലേക്ക് ഷെയർ ചെയ്തത്. പക്ഷേ എൻ്റെ ഒരു കൺഫർമേഷന് വേണ്ടി ഞാൻ PSC എന്ത് ചെയ്തു, നേരിട്ട് വിളിക്കുകയാണ് ചെയ്തത്. ഒരു തവണയല്ല, ഒന്നിലേറെ തവണയാണ് വിളിച്ചത്. പക്ഷേ പലപ്പോഴും പല ആൻസറാണ്. പക്ഷേ കിട്ടിയ ആൻസറുകളിൽ ഏറ്റവും കൂടുതൽ എനിക്ക് കിട്ടിയത്, കാരണം ഒരു വ്യക്തി ഫോൺ എടുക്കുമ്പോൾ അവർ ആ ആൻസർ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയുമ്പോൾ വാല്യുവേഷൻ ആരംഭിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഫൈനൽ ആൻസർ കീഴിൽ നമുക്ക് കുറേ കംപ്ലയിൻറ്റുകളുണ്ട്, ചലഞ്ച് ചെയ്യണം, കാരണം നമ്മൾ പഠിച്ച ആൻസറുകളാണ് അത് മാറ്റി കൊടുത്തിരിക്കുന്നത് പറയുമ്പോൾ മൂല്യനിർണ്ണയം ആരംഭിച്ചു അല്ലെങ്കിൽ വാല്യുവേഷൻ തുടങ്ങിയിട്ടുണ്ട്, നിങ്ങൾ ചലഞ്ച് ചെയ്യൂ, നമ്മളെ പാനൽ അത് ചെക്ക് ചെയ്തിട്ട് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതായിരിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് മൂല്യനിർണ്ണയം ആരംഭിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിസ്റ്റ് എന്ന് വരുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏപ്രിൽ ലാസ്റ്റ് അല്ലെങ്കിൽ മെയ് മാസമാണ് ലിസ്റ്റിന് വരാൻ സാധ്യതയുള്ളത്. ഒരു പക്ഷേ ഈ പറഞ്ഞ ഈ ഫൈനൽ ആൻസർ കീയുടെ ഒരു റിവേഴ്സ്ഡ് വരുന്നത് പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ PSC ഇറക്കുന്നില്ല എങ്കിൽ ഏപ്രിൽ മെയ് മാസത്തോടു കൂടിയായിരിക്കും ലിസ്റ്റിന് സാധ്യത ഏറെ ഉള്ളത്. ഇൻ കേസ് നമ്മുടെ ഈ ചലഞ്ചിലേക്ക് പോവുകയും അവർ വീണ്ടും ഒന്നും കൂടെ വാല്യുവേഷൻ തുടങ്ങിയാൽ ഈ മെയ് എന്നുള്ളത് ചിലപ്പോൾ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ സാധ്യതയാണ്. മെയ് ആണ് നമ്മൾ മാക്സിമം പ്രതീക്ഷിക്കുന്നത്. കാരണം എത്രയും പെട്ടെന്ന് ലിസ്റ്റ് ഇടുക, എത്രയും കുറച്ച് ആൾക്കാർ ലിസ്റ്റ് ഇടുക എന്നുള്ളതൊക്കെ ആയിരിക്കും PSCയുടെ ചിന്താഗതി. നമ്മളിപ്പോൾ കാണുന്നതാണ്. താൽക്കാലികക്കാരാണ് നിരവധി ജോലി ചെയ്യുന്നത്. കാരണം ഇതുവരെ 1000 വേക്കൻസി എന്ന് പറഞ്ഞ് കുട്ടിക്കോഷിച്ചുകൊണ്ട് വന്ന നമ്മുടെ വേക്കൻസി സ്റ്റിൽ 207 ആണ് അല്ലേ, 200+ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. സോ എത്രയും പെട്ടെന്ന് 200 അല്ലെങ്കിൽ 200+ വേക്കൻസിക്ക് ആനുപാതികമായി ലിസ്റ്റ് ഇടുകയും അതിലേക്ക് ആളെ എടുക്കാനായിരിക്കാം PSC ശ്രമിക്കുന്നത്. സോ ഏപ്രിൽ മെയ് മാസത്തോടെ ലിസ്റ്റ് വരും എന്നുള്ളതാണ്. ഇനിയാണ് ഏറ്റവും വലിയ കളി. ഒരുപാട് പേര് ഒരു വിഭാഗം ആൾക്കാർ ഇത് കംപ്ലയിൻറ്റ് ചെയ്യണം അല്ലെങ്കിൽ കോർട്ടിൽ പോകണമെന്ന് പറയുന്നു. അങ്ങനെ പോകാനുള്ള ഗുണങ്ങളും അതിലേറെ എന്തൊക്കെ ദോഷങ്ങളുമാണെന്ന് നമുക്ക് നോക്കാം. അങ്ങനൊരു കേസ് ഒരു കോർട്ടിലേക്ക് പോയിക്കഴിഞ്ഞാൽ കേസ് എടുക്കാവുന്നിരിക്കില്ല, കേസ് എടുക്കുകയും ചെയ്യും. നമുക്ക് ഒരു പക്ഷേ നമ്മൾ കൊടുത്ത ശരിയായ പ്രൂഫാണ് നമ്മൾ കൊടുക്കുന്നത് അല്ലെങ്കിൽ ആ ഒരു സോഴ്സാണ് കൊടുക്കുന്നതെങ്കിൽ ഡിലീഷൻ പോയ ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കേണ്ട. ഒരു പക്ഷേ ഒരു 2 ക്വസ്റ്റ്യൻ്റെ ആൻസർ നമുക്ക് മാറ്റി തന്നിരിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഈ പറഞ്ഞ 2 ക്വസ്റ്റ്യനിൽ ഒന്ന് അതിർത്തിയുടെ ക്വസ്റ്റ്യൻ ഡബിൾ മാർക്ക് ക്വസ്റ്റ്യൻ ആൻസർ ഉണ്ട് എന്ന് പറഞ്ഞ് അത് ക്യാൻസലേഷനിലേക്ക് പോയിക്കും. കീലസന്ധി ചിലപ്പോൾ നമുക്ക് മാറ്റി തന്ന് 1.33 മാർക്ക് നമുക്ക് തിരിച്ചു പിടിച്ച് തന്നിരിക്കാം. ഒരു പക്ഷേ അങ്ങനെ തന്നിരുന്നാൽ കൂടെ ഈ 1.33 പഠിച്ച് പരീക്ഷ എഴുതിയ എല്ലാവർക്കും കിട്ടുകയും ചെയ്യും. ഒരു വ്യക്തിക്കോ ഒരാൾക്കോ അല്ല നഷ്ടപ്പെട്ടിരിക്കുന്നത്, എല്ലാവർക്കും നഷ്ടപ്പെട്ട മാർക്കാണ്. നമ്മൾ കേസിന് പോയി കോർട്ടിൽ പോവുകയാണെന്നുണ്ടെങ്കിൽ 1.33 മാർക്കാണ് അവർ തരാൻ സാധ്യതയുള്ളത്, അതെല്ലാവർക്കും കിട്ടുകയും ചെയ്യും. അത് പക്ഷേ ഒരാൾക്ക് മാത്രമൊന്നും എഫക്റ്റ് ചെയ്യില്ല എന്നുള്ളതാണ്. അപ്പോൾ ഈ 1.33 കിട്ടാൻ തന്നെ കാലങ്ങളേറെ എടുക്കും. കാരണം ഈ കോർട്ടിൽ നിന്ന് അതിനൊരു പാനലിനെ വെക്കണം, അവർ PSCയുമായി ബന്ധപ്പെടണം, PSC അതിൻ്റെ റിപ്പോർട്ടുകൾ കൊടുത്ത് ഈ 1.33ക്ക് വേണ്ട ചിലപ്പോൾ വർഷങ്ങൾ എടുക്കേണ്ടി വരും എന്നുള്ളതാണ്. ഈ വർഷങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാം, താൽക്കാലികക്കാരെ തിരികെ കയറ്റാൻ ശ്രമിക്കുന്ന ഈ ഒരു സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു കാലത്ത് നമ്മളായിട്ട് തന്നെ വീണ്ടും ലിസ്റ്റിനെ വർഷങ്ങളോളം താമസിപ്പിക്കുകയാണെങ്കിൽ പിന്നെ ലിസ്റ്റിനെ പറ്റി നമ്മൾ ചിന്തിക്കുക വേണ്ട. കാരണം ഓൾറെഡി അവർ വേക്കൻസി റിപ്പോർട്ട് ചെയ്യാതെ 200+ വേക്കൻസിയാണ്. അപ്പോൾ ഈ ലിസ്റ്റ് ഇറങ്ങാത്തടത്തോളം കാലം അവർക്ക് ലിസ്റ്റ് ഇറങ്ങുന്നില്ല എങ്കിൽ അവർക്ക് വേക്കൻസി അർജൻറ്റ് ഫില്ല് ചെയ്യാൻ അവർ താൽക്കാലികക്കാരെ കയറ്റുകയും കേസ് വലിച്ചു നീട്ടുന്നതനുസരിച്ച് നിലവിൽ താൽക്കാലിക ജോലി ചെയ്യുന്നവർ അവിടെ പെർമനൻറ്റ് സ്റ്റാഫായി മാറുകയും പിന്നെ നമുക്ക് റിപ്പോർട്ട് ചെയ്ത വേക്കൻസി പോലും നമുക്ക് ലഭിക്കാതെ വരികയും ചെയ്യും. സോ ഈ കോർട്ട് എന്ന് പറയുന്നത് ഞാനൊരിക്കലും പ്രിഫർ ചെയ്യില്ല, ഞാനൊരിക്കലും സപ്പോർട്ട് ചെയ്യില്ല. അങ്ങനെ ഒരു വിഭാഗം ആൾക്കാർ അതിലേക്ക് പോവുകയാണെങ്കിൽ ലിസ്റ്റ് വൈകിപ്പിക്കാൻ മാത്രമേ ഇത് ഉപകരിക്കൂ എന്നുള്ളതാണ് എൻ്റെ അറിവ്. സോ ഇതിൽ കൂടുതൽ അല്ലെങ്കിൽ നമുക്ക് ലിസ്റ്റ് വൈകിപ്പിക്കാതിരിക്കാനുള്ള എന്തെങ്കിലും സാധ്യത അല്ലെങ്കിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നല്ല കമൻറ്റുകൾ പ്രതീക്ഷിക്കുന്നു. കാരണം ഞാൻ നേരത്തെ തുടങ്ങിയപ്പോൾ പറഞ്ഞു എൻ്റെ അറിവും എനിക്ക് ലഭിച്ച അറിവുമാണ്, പരിമിതമാണ്, അത് നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. അപ്പോൾ അതിൽ കൂടുതൽ അറിയാവുന്നവരാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ കോർട്ട് ഒരിക്കലും ഞാൻ പ്രിഫർ ചെയ്യില്ല. ചലഞ്ച് ചെയ്യാം, അവർ പറഞ്ഞു ചലഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ എത്ര നാൾ ചലഞ്ച് ചെയ്യാമെന്നൊന്നുമില്ല, നമുക്ക് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ നമുക്ക് ഇതറിയാൻ കഴിയും അല്ലേ. മാക്സിമം വെനസ്ഡേക്കുള്ളിൽ തന്നെ ഇവരുടെ ചലഞ്ച്, കാരണം എല്ലാ ദിവസവും ചലഞ്ച് ചെയ്തുകൊണ്ടിരിക്കും, ഇവരെല്ലാ ദിവസവും ഇത് പ്രതീക്ഷിച്ചിരിക്കാമല്ലോ. സോ ഫൈനൽ ആൻസർ വരുമോ ഇല്ലെന്നുള്ളത് നമുക്ക് ഉടൻ തന്നെ പ്രതീക്ഷിക്കാം. അപ്പം
കോർട്ടിലേക്ക് പോകുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ പറയുമ്പോൾ അതൊരിക്കലും നല്ലതല്ല. നമ്മുടെ ലിസ്റ്റ് വൈകിപ്പിക്കാൻ മാത്രമേ കാരണമാകുള്ളൂ. പക്ഷേ നമ്മൾ ആ ഒരു സമയം കൊണ്ട് വേക്കൻസി മാക്സിമം, അതായത് ഈ വാല്യുവേഷൻ തുടങ്ങിയെന്ന് പറയുമ്പോഴാണെങ്കിൽ ഏപ്രിൽ മെയ് അവർ തന്നെ പറയുന്നത് ഷോർട്ട് ലിസ്റ്റിൻ്റെ സാധ്യത. അപ്പോൾ ആ ഒരു കാലത്തിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യാൻ ശ്രമിക്കുക, വേക്കൻസി മാക്സിമം റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയുള്ള പ്രവർത്തനങ്ങൾക്ക് വേണ്ടി ഞാനൊരു ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇതിനു മുമ്പ് ചെയ്ത വീഡിയോയിലുണ്ടായിരുന്നു. അത് കാണാത്തവണ കയറി കണ്ട് ആ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. അവിടുത്തെ അഡ്മിൻസ് പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്യുക. എത്രയും പെട്ടെന്ന് നല്ല വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും ജോലി കിട്ടട്ടെ. അതുപോലെ തന്നെ എല്ലാവരും പഠിക്കുക. ഇതിപ്പോൾ കഴിഞ്ഞു, ടെൻഷൻ അടിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഏജ് ഓവറായ ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞു, ഒന്നും ചെയ്യാനില്ല എന്ന് വെച്ചാൽ ഇതിന് എഗെയിൻസ്റ്റ് അല്ല. മാക്സിമം നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വേക്കൻസി റിപ്പോർട്ട് ചെയ്യിപ്പിച്ച് മാക്സിമം ആൾക്കാരെ അതിനകത്ത് ഉൾപ്പെടുത്താൻ ശ്രമിക്കുക, മാക്സിമം ആൾക്കാർക്ക് ജോലി ലഭിക്കുക എന്നുള്ളതാണ്. PSC ഒരിക്കലും നമ്മളെ സപ്പോർട്ട് ചെയ്തല്ല നിൽക്കുന്നതെന്ന് നമ്മളിപ്പോൾ കാണുന്നതാണ്. CPO ലിസ്റ്റും മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കാണുകയല്ലേ. PSCയും സർക്കാരും ഒരുപോലെ തന്നെ കൈമലർത്തുന്ന കേസുകളാണ്. സോ നമുക്ക് ആ ഒരു സ്ഥിതി, അല്ലെങ്കിൽ നമ്മളും സമരവുമായി ഇറങ്ങിയാലും വലിയ ഗുണമൊന്നും ഉണ്ടാവില്ല ഈ ഒരു കാലഘട്ടത്തിൽ. അത് നമ്മൾ മനസ്സിലാക്കി. അതിപ്പം ഈ ഒരു കാലഘട്ടമൊന്നുമല്ല, ഞാൻ രാഷ്ട്രീയം പറയല്ല. എന്നിരുന്നാൽ കൂടെ ഇടത് വലത് അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ പാർട്ടികൾക്കും, ഇടതിനും വലതിനും അല്ലെങ്കിൽ മറ്റ് രാഷ്ട്രീയം ഞാൻ പേരെടുത്ത് പറയുന്നില്ല, ആ ഒരു രാഷ്ട്രീയക്കാർക്കൊന്നും ഇതിലേക്ക് നമ്മളെ ഒന്നും സഹായിക്കാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെയാണ്. കാരണം എല്ലാവർക്കും അവരുടേതായ അജണ്ടകളും മറ്റു കാര്യങ്ങളിലേക്കുമാണ് പോകുന്നത്. നമ്മൾ PSC പഠിക്കുന്നത് നമുക്ക് ഒരു രാഷ്ട്രീയമില്ലാതെ നമ്മൾ ഒത്തൊരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ നമുക്ക് നിലവിൽ ലിസ്റ്റ് വലുതാക്കാനും അതുപോലെ തന്നെ വേക്കൻസി കൂട്ടാനും ശ്രമിക്കുകയുള്ളൂ. അപ്പം ആ വർക്കുകൾ മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അപ്പം അതിലേക്ക് എല്ലാവരും കോൺസെൻട്രേറ്റ് ചെയ്യുക. അവരവരുടെ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റികളിലൊക്കെ ഒന്ന് അന്വേഷിച്ച് അറിയാൻ പറ്റും എത്ര താൽക്കാലികക്കാർ ജോലി ചെയ്യുന്നുണ്ടെന്നുള്ളത്. ഓക്കെ, അത് ലാസ്റ്റ് ചാൻസും അതുപോലെ തന്നെ പ്രതീക്ഷിച്ചിരിക്കുന്നവർക്കുമാണ്. മറ്റുള്ളവരും അല്ലെങ്കിൽ ഇനിയൊരു ചാൻസ് ഉള്ളവരാണെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങൾ വരുന്ന LGS LDC എക്സാമുകൾക്ക് പഠിക്കുക. അപ്പം നല്ലൊരു മാർക്ക് നിങ്ങളെ സ്കോർ ചെയ്യാൻ കഴിയും. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു പ്രശ്നമാണ് നമ്മുടെ കട്ട് ഓഫ് എന്ന് പറയുന്നത്, അല്ലേ. അപ്പോൾ കട്ട് ഓഫിൻ്റെ കേസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴും എല്ലാവർക്കും കൺഫ്യൂസാണ്. കട്ട് ഓഫ് കുറയുമോ അല്ലെങ്കിൽ കൂടുമോ? ഞാൻ പറയുന്നുണ്ട്, ഷോർട്ട് ലിസ്റ്റ് വരുന്നവരെ എല്ലാവർക്കുമുള്ള ടെൻഷനാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതായത് നമ്മുടെ തൊഴിൽവാർത്ത, തൊഴിൽ വീതി, അതുപോലെ തന്നെ നമുക്ക് തന്നെ പരിചിതരായ നമ്മുടെ അധ്യാപകർ പറഞ്ഞ നമ്മുടെ കട്ട് ഓഫിൻ്റെ കാര്യങ്ങളൊക്കെ, അല്ലേ. പക്ഷേ അവരൊക്കെ 100 മാർക്കിൽ പ്രഡിക്റ്റ് ചെയ്തതാണ്. ഇപ്പോൾ അത് 94 മാർക്കിലായിരിക്കുകയാണ്. ആ പ്രഡിക്ഷൻ 6 മാർക്കിൻ്റെ വ്യത്യാസം വരുമ്പോൾ അവർ പ്രഡിക്റ്റ് ചെയ്ത കട്ട് ഓഫിലും ആ ഒരു വ്യത്യാസവും ആ ഒരു കുറവും വരുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അത് കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി കണ്ടൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക. അപ്പം കട്ട് ഓഫിലൊന്നും ടെൻഷൻ അടിക്കേണ്ട. അപ്പം അതൊക്കെ കുറഞ്ഞ് തന്നെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ കുറവുള്ളവരാണ് അയ്യോ എന്നും പറഞ്ഞ് പഠിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ മാറി നിൽക്കുകയോ വേണ്ട. നമുക്കൊരു കുറഞ്ഞ കട്ട് ഓഫ് തന്നെ പ്രതീക്ഷിക്കാം. ആ വീഡിയോ കാണാത്തവരാണെങ്കിൽ ഒന്ന് കയറി കാണുക. അപ്പോൾ അവർ പറഞ്ഞിരിക്കുന്ന കട്ട് ഓഫ് എത്രയാണ്? അത് 100-ലാണ്. ഇതിപ്പോൾ വന്നിരിക്കുന്നത് 94, 6 മാർക്കിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ അതനുസരിച്ച് കട്ട് ഓഫ് കുറയാൻ സാധ്യതയുമുണ്ട്. അപ്പോൾ എല്ലാവരും നല്ലതുപോലെ പഠിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു. അപ്പം അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി. ഓക്കെ, താങ്ക് യു.